ചോറിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റുന്ന മാങ്ങ കൊണ്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇതുണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. തീ പോലും കത്തിക്കാതെ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും. അതിനുവേണ്ടി നമ്മളിവിടെ മാങ്ങ എടുത്തിട്ടുണ്ട്. മാങ്ങ എടുക്കുമ്പോൾ കുറച്ച് പുളിയുള്ള കുറച്ച് പഴുത്ത മാങ്ങ വേണം എടുക്കാൻ. മധുരമുള്ള മാങ്ങ എടുത്തു കഴിഞ്ഞാൽ ഇതുണ്ടാക്കുന്നത് കുറച്ച് ടേസ്റ്റ് കുറവായിരിക്കും. അപ്പോൾ മാങ്ങ അങ്ങനെയുള്ള മാങ്ങ വേണം. ഇത് കുറച്ച് നാരുള്ള മാങ്ങയാണ്, എന്നാലും നല്ല ടേസ്റ്റാണ് ഉണ്ടാക്കി കഴിഞ്ഞാൽ. അപ്പോൾ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ചെറിയ പീസായിട്ട് ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് സാധനങ്ങൾ കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഞാനിതാ ഒരു വെല്ലുള്ളീൻ്റെ ഒരു അരഭാഗം മാത്രം ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ 2-3 പച്ചമുളക് ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും ചെറുതായി അരിഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതെടുക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ്. ഒരു 5-6 ചെറിയ ഉള്ളി എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഇട്ടാൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ചേർത്തിട്ട് കൈ വെച്ചിട്ട് ഇതുപോലെ നല്ലോണം ഒന്ന് നമ്മൾ തിരുമ്മി കൊടുക്കണം. അപ്പോൾ കൈകൊണ്ട് തിരുമുമ്പോൾ നമ്മളെ ഉള്ളീൻ്റെ ഒക്കെ ഒരു വെള്ളിങ് നന്നായി ഇറങ്ങി വരും. അതുവരെ നമ്മൾ നന്നായി തിരുമ്മി കൊടുക്കുക. അതിനുശേഷം നമ്മളിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് സ്പൂൺ വെച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച മാങ്ങയും കൂടിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി സൈഡ് ഡിഷാണ്. അപ്പോൾ ഏതിൻ്റെ കൂടി നമുക്കിത് സെർവ് ചെയ്യാം. ചപ്പാത്തി ആയി കഴിഞ്ഞാലൊക്കെ നല്ല ടേസ്റ്റാണ് സൈഡായിട്ട്. അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെ പിന്നെ ഇതുണ്ടായ വേറെ കറീൻ്റെ ആവശ്യമൊന്നുമില്ല. സൈഡ് ഡിഷ് എന്ന് മാത്രമല്ല മെയിൻ കറിയായിട്ട് ഇത് നമുക്ക് യൂസ് ചെയ്യാം. ചൂട് ചോറിൻ്റെ കൂടെ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമ്മളിതാ മാങ്ങയും ചേർത്തിട്ട് ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മാങ്ങ കൈവച്ചിട്ട് നമ്മൾ തിരുമ്മി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, പഴുത്ത മാങ്ങയായതുകൊണ്ട് തന്നെ. ഇനിയിപ്പോൾ ലാസ്റ്റ് ഇതിലേക്ക് ഒരിത്തിരി വിനാഗിരിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്തിരി പുളി കുറവായതുകൊണ്ട് ചേർത്താണ്. നല്ല പുളി ഉണ്ടെങ്കിൽ തീരെ ചേർക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ വാളംപുളി പിഴിഞ്ഞൊഴിച്ചതായാലും ചേർത്താൽ മതി. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ പ്രത്യേകിച്ച് എടുക്കാനുള്ളത് കുറച്ച് മധുരവും പുളിയുള്ള മാങ്ങ വേണം എടുക്കാൻ വേണ്ടി. അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ സൈഡ് ഡിഷ് ഇവിടെ റെഡിയായി. അപ്പോൾ ഈ ഒരു സീസൺ എന്ന് പറയുന്നതിന് മാങ്ങേൻ്റെ സീസണാണ്. അപ്പോൾ മാങ്ങ കിട്ടുമ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട അടിപൊളി റെസിപ്പിയാണ്. വീഡിയോ ഇഷ്ടമായാൽ ട്രൈ ചെയ്യാൻ മറക്കല്ലേ.